നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഉത്തരവ് റദ്ദാക്കിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. നമുക്കറിയാം, കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ജനുവരി 1-ന് പുതിയ ഒരു ഉത്തരവ് ഇറങ്ങിയിരുന്നു. സുപ്രീം കോടതി വിധിയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവ് വന്നിരുന്നു. ആ ഉത്തരവിൽ ഇപ്പോൾ പറയുന്നത് ഉത്തരവ് റദ്ദാക്കി മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത്. പക്ഷേ മരവിപ്പിച്ചതായി പറഞ്ഞിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എങ്കിലും മന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് വിശ്വാസത്തിലെടുത്താൽ ഹെഡ്മാസ്റ്റർമാരായി പ്രൊമോഷൻ ലഭിക്കാൻ കാത്തിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു പ്രസ്താവനയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മളെ പ്രൊമോഷൻ കാത്തു കഴിഞ്ഞ് CR കൊടുത്തിട്ട് അല്ലെങ്കിൽ സർവീസ് കാർഡ് കൊടുത്തൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് കേട്ടിട്ട് വേണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഈ ജനുവരി 1-ന്റെ ഉത്തരവിലെ പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയായിരുന്നു. HS പ്രൈമറി പ്രധാനാധ്യാപക നിയമനങ്ങൾക്ക് കേട്ടറ്റ് നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾ ഹെഡ്മാഷ് ആവണമെങ്കിൽ, അത് പ്രൈമറിയിലായാലും ഹൈസ്കൂളിലായാലും ഹെഡ്മാഷ് ആവണമെങ്കിൽ കേട്ടറ്റ് ഉണ്ടായിരിക്കണമെന്നാണ്. അതിൽ വേറെ ഒന്നും പോരാ. സെറ്റ്, നെറ്റ്, MPhil, PhD, MEd ഒന്നും പോരാ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. മറ്റ് ചില കാര്യങ്ങളൊക്കെ തന്നെ LP-യിലും UP-യിലും കേട്ടറ്റ് 1, 2 ഉണ്ടായാൽ മതി. അതായത് കേട്ടറ്റ് 1 ഉണ്ടായാൽ LP-യിലും UP-യിലും പറ്റും. കേട്ടറ്റ് 2 ഉണ്ടായാൽ UP-യിലും LP-റ്റും പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല എന്നായിരുന്നു മറ്റൊരു ഉത്തരവ്. ഹൈസ്കൂളിൽ കേട്ടറ്റ് 3 ഹൈസ്കൂളിന് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കേട്ടറ്റ് 3 ജയിച്ചത് കൊണ്ട് UP-യിലോ LP-യിലോ വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ആ ഉത്തരവ്. മറ്റൊന്ന് LP-യിൽ CTET പ്രൈമറിയും UP-യിൽ CTET എലമെന്ററിയും മതി എന്ന ഒരു കാര്യവും ആ ഉത്തരവിലുണ്ട്. വേറൊന്ന്, ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് HSST ആയിട്ടോ അല്ലെ HSST ജൂനിയർ ആയിട്ടോ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ കിട്ടാൻ കേട്ടറ്റ് വേണമെന്ന വ്യവസ്ഥയും ആ ഉത്തരവിലുണ്ടായിരുന്നു. മറ്റൊന്ന്, പ്രിൻസിപ്പലിന് ഇതൊന്നും പ്രശ്നമല്ല. പ്രിൻസിപ്പൽ ആവാം, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആവാൻ നിലവിലുള്ള രീതി തന്നെ തുടരാം, അവർക്ക് കേട്ടറ്റ് വേണ്ട. മറ്റൊന്ന്, അനധ്യാപകർക്ക് ബൈ ട്രാൻസ്ഫർ നിയമനങ്ങളിൽ അനധ്യാപകർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ OA, ക്ലർക്ക്, FTM എന്നീ കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മൾ സ്കൂളുകളെ സംബന്ധിച്ചുള്ള അനധ്യാപകർ എന്ന് പറയുന്നത്. ആ അനധ്യാപകര് TTC-യോ B.Ed ഉണ്ടെങ്കിൽ സ്കൂളുകളിൽ അധ്യാപകർക്കായിട്ട് അവർക്ക് ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിക്കും. അപ്പോൾ അത്തരത്തിൽ ബൈ ട്രാൻസ്ഫർ നിയമനം ഹൈസ്കൂളിലായാലും LP-യിലായാലും ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ അവര് അനധ്യാപകർക്ക് ഇത്തരത്തിൽ ബൈ ട്രാൻസ്ഫർ നിയമനം ലഭിക്കണമെങ്കിലും കേട്ടറ്റ് നിർബന്ധമാക്കിയിരുന്നു ഈ ഉത്തരവിലൂടെ. മറ്റൊരു കാര്യം പറഞ്ഞത്, ലാബ് അസിസ്റ്റന്റ് പോലുള്ള തസ്തികയിൽ നിലവിലുള്ള രീതി തുടരാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ ലാബ് അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ കേട്ടറ്റ് നിർബന്ധമാക്കിയിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഉത്തരവായിരുന്നു ജനുവരി 1-ന് ഗവൺമെന്റ് പുറത്തിറക്കിയ ഉത്തരവ്. ആ ഉത്തരവാണ് ഇപ്പോൾ മരവിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇതിലൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ദിവസവും ഇപ്പൊ കുറെ മാസങ്ങളായിട്ട് ഈ കേട്ടറ്റുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുകയാണ്. ഒരു ദിവസം ഒരു ഉത്തരവിറങ്ങും, അത് ഈ അടുത്ത ദിവസം മരവിപ്പിക്കുന്നു. മന്ത്രി അറിഞ്ഞിട്ടില്ല. ആരാണ് ഈ ഉത്തരവുകൾ ഇറക്കുന്നത് എന്നുള്ളതാണ്. ഒരു കൂടിയാലോചനയും ഇല്ലാതെയാണ് ഇതൊക്കെ വരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. എല്ലാ ദിവസവും തന്നെ ഈ അധ്യാപക സമൂഹത്തിലേക്ക് കുറെ തീ കോരിയിടുന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പുതിയ പുതിയ ഉത്തരവുകൾ വരുന്നു, പഴയത് മരവിപ്പിക്കുന്നു. ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെപ്റ്റംബർ 1-ന്റെ സുപ്രീം കോടതി വിധിന്യായം, അതായത് എല്ലാവർക്കും കേട്ടറ്റ് എന്നത് നിലനിൽക്കുന്നു എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. എല്ലാ അധ്യാപകരും, അതായത് റിട്ടയർ ചെയ്യാൻ 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ബാക്കിയുള്ള എല്ലാവരും തന്നെ കേട്ടറ്റ് പരീക്ഷ പാസ്സാകണം എന്നുള്ള സുപ്രീം കോടതി വിധിന്യായം അത്
2025 സെപ്റ്റംബർ 1 വന്നതാണ്. ആ വിധിന്യായം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും സംബന്ധിച്ച് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒന്ന്. അപ്പോൾ അല്ലാത്തവര് അങ്ങനെ ആ വിധിയിൽ ഇപ്പോഴും നിൽക്കുന്ന ഇതാണ്. ഇനി ആ കേട്ടറ്റ് കിട്ടാത്തവര് 2027 സെപ്റ്റംബർ 1 മുതൽ പുറത്തേക്ക് പോകണം, സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് ഇപ്പോഴുള്ള വിധിയുടെ ഒരു ചുരുക്കരൂപം. അപ്പോൾ ഇതിലുള്ള വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സർക്കാർ ഇപ്പം 4 മാസം കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 4 മാസം കഴിഞ്ഞിട്ടും ഇതുവരെയായും സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്തിട്ടില്ല. മന്ത്രി പറയുന്നത് ഇപ്പോൾ പിന്നെ നിയമോപദേശത്തിന് പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യാത്തിടത്തോളം കാലം ആ വിധിന്യായം ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് ഉള്ളതാണ് വളരെ നമുക്ക് എല്ലാ അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ എല്ലായിടത്തും വീഴ്ചകൾ നമുക്ക് കാണാം. 4 മാസമായിട്ടും ഈ കേരളത്തിലെ എല്ലാവരും അധ്യാപകരെയും ബാധിക്കുന്ന പ്രശ്നമായിരുന്നിട്ടും അധ്യാപക സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ഒരു ശുഷ്കാന്തി നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അധ്യാപക സംഘടനകളാണ് ഇതിന് ഏറ്റവും മുമ്പിൽ ഇറങ്ങേണ്ടത്. ഇപ്പം 4 മാസമായിട്ട് ഇതിങ്ങനെ റിവ്യൂ ഫയൽ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കാര്യമായ വീഴ്ചകൾ സംഘടനകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവും. ഞാൻ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല, മറിച്ച് ഇത്തരം പ്രശ്നങ്ങൾ ഒരുപാട് വലിയ ഒരു മെജോറിറ്റി, ഒരു 90% അധ്യാപകരെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അധ്യാപക സംഘടനകളുടെ ഏത് സംഘടനയായാലും ശരി ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്നതാണ് ഞാനിവിടെ പറയുന്നത്. ഇപ്പോൾ ഒരു കേട്ടറ്റ് വിളിച്ചിട്ടുണ്ട്, അത് ജനറലാണ്. ആ കേട്ടറ്റ് എന്ന് പറയുന്നത് പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പരീക്ഷ പൊതുവായിട്ട് ആർക്കും എഴുതാവുന്ന പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് ജനുവരി 7 വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഈ ജനുവരി 7-ാം തീയതി വരെ അപേക്ഷിക്കാൻ സമയമുണ്ട്. പരീക്ഷ എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി 21-ഉം 23-ഉമാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ സർവീസിലുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടി ഫെബ്രുവരിയിൽ പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടത്താൻ ഗവൺമെന്റ് അനുമതി നൽകി കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. സർവീസിലുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടിയിട്ട് ഫെബ്രുവരിയിൽ പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടത്താൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക കേട്ടറ്റ് പരീക്ഷ നടക്കുമ്പോൾ തീർച്ചയായിട്ടും ജനറലായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരു കാരണവശാലും അതിന് അപേക്ഷിക്കാൻ കഴിയില്ല. സർവീസിലുള്ള അധ്യാപകർ എന്ന് പറയുമ്പോൾ അപ്രൂവൽ കിട്ടിയവരായിരിക്കണം, എയ്ഡഡ് ഇൻ ദ കേസ് ഓഫ് എയ്ഡഡ് സ്കൂൾ. അപ്പോൾ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഒരാൾ സർവീസിൽ ഉണ്ടെങ്കിലും അധ്യാപകരാകുന്നുള്ളൂ, അധ്യാപകരായിട്ട് സർവീസിൽ അംഗീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടി മാത്രമാണ് ഈ പുതിയ ഫെബ്രുവരിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു പരീക്ഷ. അതിൽ മറ്റുള്ളവർക്ക്, പുറത്തുള്ളവർക്ക്, അതായത് ഉദ്യോഗാർത്ഥികൾക്ക്, ഇതുവരെയും സർവീസിൽ കയറാത്തവർക്ക് ആ പരീക്ഷ എഴുതാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷ നടത്താനുള്ള അനുമതി ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം വളരെ സന്തോഷപ്രദമാണ് നിലവിലുള്ള സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. വളരെ എളുപ്പമായിരിക്കും. ഞാൻ വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുമ്പോൾ അപ്പോൾ സർവീസിലുള്ളവർക്ക് വേണ്ടി, അധ്യാപകർക്കും അനധ്യാപകർക്കും വേണ്ടി പരീക്ഷ നടത്തുമ്പോൾ ആ പരീക്ഷ തീർച്ചയായിട്ടും വളരെ എളുപ്പമായിരിക്കും. പരീക്ഷാ ഭവനാണ് പരീക്ഷ നടത്തിപ്പിന്റെ ചുമതല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, എല്ലാ അധ്യാപകരും, കഴിയുന്നത്ര അധ്യാപകർ ഒന്ന് ജസ്റ്റ് ഇപ്പം ജനുവരി ഫസ്റ്റ് വീക്ക് ആയിട്ടേ ഉള്ളൂ, ഫെബ്രുവരി വരെ സമയമുണ്ട്. 1 മാസം 1.5 മാസം കഴിഞ്ഞിട്ട് ഈ പരീക്ഷ നടക്കുകയുള്ളൂ. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ആ സിലബസ് ആദ്യം മനസ്സിലാക്കുക. ആ സിലബസ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ പുസ്തകങ്ങളൊക്കെ, ആ സിലബസിൽ പറയുന്ന കണ്ടന്റുകൾ ഒന്ന് വായിക്കുക. വായിച്ച 1.5 മാസത്തെ ഒരു പ്രിപ്പറേഷൻ കഴിയുമെങ്കിൽ നടത്തുക. ഈ പരീക്ഷ നടത്താൻ നിർബന്ധിക്കുന്നു എന്ന് തോന്നരുത്, മറിച്ച് നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് ആണ്. കഴിയുന്നത്ര അധ്യാപകർ അത് ഉപയോഗിക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു കോച്ചിങ് സെൻറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഓൺലൈൻ കോച്ചിങ്ങുകൾ നമുക്ക് അവൈലബിൾ ആണ്.
ഒന്നുകിൽ അതിൽ നമുക്ക് ചേരാം, അല്ലെങ്കിൽ നമ്മൾ ഈ സിലബസ് ആദ്യം മനസ്സിലാക്കുക. ആ സിലബസിൽ പറയുന്ന കണ്ടന്റുകൾ ഏതൊക്കെയാണോ അത് നമ്മൾ അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, നമ്മൾ വായിക്കുക, നമ്മളൊന്ന് ജസ്റ്റ് പഠിക്കുക. വെറും 1.5 മാസം ഈ ടെൻഷൻ ഒന്നും നമ്മൾ അനുഭവിക്കേണ്ട. അപ്പോൾ അങ്ങനെ അതിൽ പാസ്സായി കഴിഞ്ഞാൽ കഴിയുന്ന അത്ര ആൾക്കാർ ആ പരീക്ഷ എഴുതണം. ഒന്നും ചെറുതായിട്ടൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾ പാസ്സാകും എന്നാണ് സത്യം. ഓക്കെ, വീഡിയോ ഞാൻ വെറുതെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇട്ടതാണ്, ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.